എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചലഞ്ച് വീഡിയോ ആണ്. എന്ത് ചലഞ്ച്? ഡ്രോയിങ് ചലഞ്ച്. ഇന്ന് ഞങ്ങൾ ഡ്രോയിങ് ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ വരക്കാനുള്ള സാമ്പത്തിക സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫുൾ A4 വരക്കാനുള്ള ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കളർ സ്കെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെന്താ, കുറച്ച് പെന്ന്, പെൻസിൽ, അങ്ങനത്തെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ നിലത്താണ് ഇരിക്കണം. കാരണം ഇപ്പോൾ സൗദിയിലായത് കൊണ്ട് തന്നെ ഇവിടെ റൂമിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഇവിടെ വരക്കാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇരുന്ന് വരക്കാനായിട്ടുള്ള സ്ഥലം ഇവിടെ ഇല്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും നമുക്ക്. അപ്പോൾ ഇനി നമ്മൾ ഒരു ട്വിസ്റ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ട്വിസ്റ്റ് മിലുവിനെ അറിയില്ല സംഭവം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് അവൾക്ക് വരക്കാൻ കൊടുക്കുന്നത് പോലും അവൾക്ക് അറിയത്തില്ല. അപ്പം അതിന് മുമ്പ് ഒരു വേറെ ടിസ്റ്റ് കണക്കാണ്. ഈ ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള 4 കളേഴ്സ് എടുക്കാം. ഓക്കെ, അത് കണ്ണടച്ചിട്ടാട്ടോ കളിച്ചെടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കിത് തുറക്കാം. ഫസ്റ്റ് ഐശ്വര്യമായി കുട്ടി അടിച്ചിരിക്കണം. അടിച്ചടോ ഇനി എടുക്കുന്നത് ഇപ്പൊ മിലൂര് കിട്ടിയിട്ടില്ല കളേഴ്സ് ഇതൊക്കെയാണ്. ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ബ്ലൂ, യെല്ലോ, ഗ്രേ. ഈ 4 കളേഴ്സാണ് മിലു എന്ന മിലു എടുത്തിട്ടുള്ളത്. കിട്ടി. ഓക്കെ, അപ്പൊ ഇനി ഞാൻ എന്റെ ശ്രമമാണ്. ഓക്കെ, ഞാൻ എടുക്കാൻ പോവാണ്. 1 2 കുഴപ്പമില്ല. ഒരു ഡാർക്ക് ഗ്രീൻ കിട്ടിയിട്ടുണ്ട്, ലൈറ്റ് പിങ്ക് കിട്ടിയിട്ടുണ്ട്, ഡാർക്ക് പിങ്ക് കിട്ടിയിട്ടുണ്ട്, ബ്രൗണും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ലാത്ത കളേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇതുകൊണ്ട് എടുത്ത് വെക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് കളർ ചെയ്യാനുള്ള കളർ കിട്ടി, പേപ്പർ കിട്ടി, എല്ലാം സെറ്റായി. ബട്ട് എന്താ വരക്കണ്ടേ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്ത് വരക്കണ്ടേന്ന് അറിയണ്ടേ? നമ്മൾ തക്കാളി തന്നെയാണ് വരക്കാൻ വേണ്ടി പോകുന്നത്. സിമ്പിൾ ഐറ്റം. എനിക്ക് കിട്ടിയ കളറായിട്ട് അത്യാവശ്യം കുഴപ്പമില്ല വരക്കാം. മിലുവിന്റെ കളേഴ്സ് എങ്ങനെ വരക്കണം എനിക്ക് നോക്കണം. ഇപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കും എനിക്ക് കിട്ടിയ കളറേറ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അല്ല ഗൈസ്, ഞാൻ ആദ്യം ഇവിടെ കൊടുന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവൾക്ക് അറിയത്തില്ല ഇത് എന്തിനുള്ള സാധനമാണെന്ന്. അപ്പൊ അങ്ങനെ അത് ആദ്യം കൊടുന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ ഫസ്റ്റ് റൗണ്ടിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മൾ ഫസ്റ്റ് റൗണ്ടിലോട്ട്. അപ്പൊ ഗൈസ്, നമുക്ക് ഇനി തക്കാളി റൗണ്ട് തുടങ്ങാം. അപ്പൊ ഇതാണ് നമ്മളെ തക്കാളി. ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മളിപ്പോ ഒരു A4 ഫുള്ള് തക്കാളി ഒന്നും വരക്കുന്നില്ല. വെറുതെ എന്തിനാ A4 കളയുന്നത്? നമ്മള് അതിന് ചെറുതാക്കിട്ടാണ് വരക്കുന്നത്. പറ്റ ചെറുതാക്കിട്ടൊന്നല്ല വരക്കുന്നത്, അത്യാവശ്യം ഇതില്. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതില് നമ്മളെ തക്കാളിന്റെ ബേസ് ആണ് ഗൈസ് വരക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് തക്കാളി അശന വരക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഫേസ് കട്ട് ചെയ്തിട്ട് പേപ്പർ മാത്രം സെറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ തക്കാളിനെ വരക്കാം. എനിക്ക് അങ്ങനെ വരക്കാനൊന്നുമില്ല. മിലുവാണ് വരയിൽ പ്രോട്ട ഗൈസ്. എനിക്ക് അങ്ങനെ വരക്കാനൊന്നുമില്ല, കഴിവൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. പിന്നെ ഗൈസ്, നമ്മളെ ഫസ്റ്റ് റൗണ്ട് അങ്ങനെ റൗണ്ടുകളൊക്കെ ഒരു സാങ്കേതിക തകരാറ് മൂലം നമ്മൾ മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് റൗണ്ട് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ എന്തല്ല, ഫോണിലത്തെ ചാർജ് കഴിയാൻ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ട് മാത്രം മതിയെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഗൈസ്, എൻ്റെ തക്കാളിയുടെ ബേസ് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ബട്ട് ഇതൊക്കെ സെറ്റാക്കും ഗൈസ് ഞാൻ. ഇനി നമുക്ക് ഇതിനെന്താ കുട്ടപ്പനാക്കണം.
അപ്പൊ നീലു ഇപ്പൊ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ അതുവരെ ചെയ്തത് നീലു ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഡൗട്ടില്ല ഇത് ഓളനെ കൊണ്ടുപോകുന്നു. സ്വാഭാവികം. ഞങ്ങൾ വരക്കുമ്പോൾ എപ്പോഴും ഓളാട്ടോ ജയിക്കുക. എനിക്ക് വരക്കാൻ അറിയത്തില്ല എന്നാണ് അതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ. ഗേൾസ് എന്നെ ചതിച്ചു. ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ നല്ല കട്ട പിങ്ക് കളറാണ്. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് എല്ലാം ഇവിടെ പോയിരിക്കുന്നു ഗേൾസ്. അപ്പോൾ ഗേൾസ് എൻ്റെ തക്കാളി വരച്ച് വന്നപ്പോൾ എന്തോ ഒരു തക്കാളി പോലെയാണ് തോന്നുന്നത്. ഇത് തക്കാളിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ഈ ഡാർക്ക് പിങ്ക് ഷെയ്ഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. മിലു ഗേൾസ്, മിലു ഇതിപ്പോൾ ഇതിൽ ഏതൊക്കെ കളേഴ്സ് യൂസ് ചെയ്തു? യെല്ലോ ഗ്രീനില്ല ഓക്കെ, ഇപ്പോൾ യെല്ലോ യൂസ് ചെയ്തു, ഗ്രീൻ യൂസ് ചെയ്തു ഗേൾസ്. ഇതിൽ ഞാൻ പൊട്ടുന്നില്ല, യാതൊരു വിധ എന്താ സംശയമില്ല. അപ്പം അതിൻ്റെ ഡാർക്ക് പിങ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനായിട്ടോ ഞാൻ ഈ പിങ്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ഡാർക്ക് കളർ ആക്കാൻ പറ്റുമോ നോക്കുകയാണ്. ഓക്കെ, ഞാൻ ഇതിലിൻ്റെ പിങ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിങ്ക് യൂസ് ചെയ്തൊന്നും വല്ലാതെ ഇതിൽ കാണിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിൽ യൂസ് ചെയ്തെന്നുള്ള പേര് വന്നപ്പോൾ നമ്മൾ അതങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ദെൻ ഇനി ഞാൻ ഈ ബ്രൗൺ കളർ യൂസ് ചെയ്തൊന്ന് ഡാർക്ക് ഷെയ്ഡ് ആക്കാൻ വേണ്ടി നോക്കുകയാണ്. നമുക്കതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഡാർക്ക് ആക്കണം. ഓ നോ നോ, പണിപാളി ഗേൾസ്. ഇത് ബ്ലാക്ക് ഷെയ്ഡാണ് ഗേൾസ്. നമ്മൾ ഫസ്റ്റ് ബ്രൗൺ ഞാൻ യൂസ് ചെയ്തത് കുളമായി, നല്ല അസുര കുളമായി. ഇവിടെ 2 വര മാത്രം വീണു. അപ്പം ഇനി ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഈ തക്കാളിയുടെ ഈ ഒരു മുരടാക്കി യൂസ് ചെയ്യാനാണ് കേട്ടോ. ഐ മീൻ ഈ ഒരു പൊന്തിക്കണ സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ചെയ്യാം. എൻ്റേത് തക്കാളി പോലെ ഒന്നും തോന്നണില്ല, അതിൽ സ്ട്രോബെറി ഒക്കെ പോലെ ഇട്ടോ ഗൈസ് എൻ്റെ തോന്നണത്. ഓക്കെ ഗൈസ്, ഇപ്പോൾ എൻ്റെ ബ്രൗൺ കളർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ചെയ്യാനുള്ളത് കളറ് ഈ ഒരു ഡാർക്ക് ഗ്രീനാണ്. അപ്പോൾ ഞാൻ അതും ഇതിൽ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ രണ്ടാൾ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ലാസ്റ്റ് ലുക്ക് കഴിഞ്ഞ ഇതാണ്. തക്കാളിൻ്റെ പോലെ തോന്നണമെന്നില്ല, ഇതാകെ കുളച്ചിട്ടുണ്ട്. ഇനി മിലുവിൻ്റെ ലാസ്റ്റ് ലുക്ക് കാണാൽ ഇതാട്ടോ. ഇത് പിന്നെ കുഴപ്പമില്ല, എന്നാലും റെഡ് കളറിലെ തക്കാളിനെ എങ്ങനെ ആക്കിയത് എനിക്കറിയത്തില്ല എന്താ സംഭവമെന്ന്. എന്തായാലും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. അതിൻ്റെ റിസൾട്ട് ഞങ്ങൾ ഉമ്മ കേട്ടോ പറയാം. നമുക്ക് ഉമ്മാനോട് പോയി ചോദിച്ചു നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് മനുഷ്യനോട് പോയി ചോദിച്ചു നോക്കാം. ഓക്കെ, പോയ നോക്കി. ഇത് രണ്ടാളും മത്സരിച്ച് വരച്ചാണ്. എനിക്ക് കിട്ടിയ കളറ് ഇത് 4, ഓൾക്ക് കിട്ടിയ കളറ് അത് 4. അതിന് വരച്ചതാണ് ഇതിനാണ്. ഇതിൽ ആരോ സത്യം പറയണോ? അല്ല സത്യ അവള് ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമോ? ശരിക്കും മൂഞ്ചിപ്പോയേ. ഇപ്പൊ കഴിച്ച് ഞങ്ങൾ ഉമ്മച്ചിനോട് ചോദിച്ചു നോക്കി. ഉമ്മച്ചി പറഞ്ഞ മഹാകലാകാരി ഇവിടെ ആണെന്നാ പറഞ്ഞത്. ഇപ്പൊ ഇന്ത്യന്റെ കുഴപ്പം കൂടുതലും മാച്ചിങ് ആൾന്നാണ്. അപ്പൊ കഴിച്ച് ഉമ്മച്ചിനോട് ചോദിച്ചപ്പോൾ ഉമ്മച്ചി പറഞ്ഞു മഹാകലകരി ഈ സാധനമാണെന്ന്. ബട്ട് കളറിലൊക്കെ നോക്കി കഴിച്ച് ഇന്റെതല്ല മാച്ച്. നിങ്ങൾ തന്നെ പറയട്ടോ ആരുതാണ് മാച്ച് നിങ്ങൾ കഴിച്ച്. ഇതാണ്, ഇത് മിലുവിൻ്റെത്, ഇത് എൻ്റെത്. തക്കാളിയുടെ ഈ തക്കാളിയാണ് വരക്കണ്ടായിരുന്നത്. ഇതിലാരാണ് കഴിച്ച് ഏറ്റവും കൂടുതൽ സാമർത്ഥ്യമുള്ളത്? എൻ്റെതല്ലേ? അല്ലേ അല്ലേ പറയൂ കഴിച്ച്. അപ്പൊ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യും. അപ്പോൾ കഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് റൗണ്ടില്ല, ഇത് വെച്ചിട്ട് അവസാനിക്കാണ്. ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ബൈ.